ഹായ് ഫ്രണ്ട്സ്, ഇതൊരു കിഡിലൻ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇനിയൊരു മോയ്സ്ചറൈസർ വാങ്ങുന്നതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക പോലും ഇല്ല. ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ മെയിനായിട്ടുള്ള 4 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു 100 അല്ലെങ്കിൽ 200 ml ഒക്കെ ഉള്ളൊരു മോയ്സ്ചറൈസർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മോയ്സ്ചറൈസർ ആണെങ്കിൽ അതിന് 400 രൂപയുടെ മുകളിലൊക്കെ റേറ്റ് വരും. പിന്നെ 1000 2000 എബോ വരുന്നതൊക്കെ ഉണ്ട്. ബ്രാൻഡ് മാറുന്നതനുസരിച്ചാണ് ഈ റേറ്റ് മാറുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതിനൊക്കെ കവച്ച് നിൽക്കുന്നതും എന്നാൽ ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നമുക്ക് വെറും 40 രൂപയുടെ താഴെ മതി ഈ ഒരു മോയ്സ്ചറൈസർ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി രണ്ടാമത്തെ പ്രത്യേകത നോട്ട് ജെൻഡർ ബയാസ്ഡ് ആണ്. അതായത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത, ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. അതെ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണത്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കുമ്പം ഡ്രൈ സ്കിന്നുകാർക്ക് അല്ലെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നാലാമത്തെ പ്രത്യേകത, ഇറ്റ്സ് നോട്ട് സബ്ജക്റ്റ് ടു എനി വെതർ. അത് നമുക്ക് ഏത് വെതർ കണ്ടീഷൻസിലും നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സമ്മർ ടൈം ആണെങ്കിലും വിൻ്റർ ടൈം ആണെങ്കിലും നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നമുക്കിതൊരു വെറും മോയ്സ്ചറൈസർ മാത്രമായിട്ടല്ല ശരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുള്ള പാട് മാറാനും അണ്ടർ ഐ ഡാർക്കനിങ് മാറാനും നമുക്കൊരു ഐ ക്രീമായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതൊരു ഫുൾ ബോഡി മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. ഫേസിൽ മാത്രമല്ല, നമ്മുടെ കയ്യിലും കാലിലും നമുക്ക് ശരീരത്തിൽ മൊത്തം നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. വളരെ ചീപ്പായതുകൊണ്ട് തന്നെ നമുക്കിത് ലാവിഷായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മോയ്സ്ചറൈസർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ്. ഇതിലേക്ക് സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് റോസ് എസെൻഷ്യൽ ഓയിലാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾ റോസ് എസെൻഷ്യൽ ഓയിൽ ഇല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ ചേർത്താലും മതിയാകും. ഇനി ഇതും ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ചേർത്താൽ മതിയാകും. ഇനി എസെൻഷ്യൽ ഓയിൽ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇതൊരു ഓപ്ഷണലാണ്. ഇത് ആഡ് ചെയ്ത് നമ്മുടെ മോയ്സ്ചറൈസറിന് നല്ലൊരു ഫ്രാഗ്രൻസ്, നല്ലൊരു സ്മെല്ല് കിട്ടും. ഇനി ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. തേർഡ് ഇൻഗ്രീഡിയൻറ്റ് 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മൾ ഒരുപാട് ആഡ് ചെയ്യരുത്, കാരണം ഇത് കൂടുതൽ ഓയിൽ ആയി പോകും. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവൊക്കെ കറക്റ്റായിട്ട് വരും. ഇനി അടുത്തായിട്ട് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് റോസ് വാട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ റോസ് വാട്ടർ ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മോയ്സ്ചറൈസർ റെഡി ആയി കഴിഞ്ഞു. ഇതിന് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കണം. ഒരു 5 മിനിറ്റ് സമയമെടുത്ത് നമ്മളിത് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്ത ട്രാൻസ്പെറൻറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. നമ്മൾ 5 മിനിറ്റോളം ഇതിങ്ങനെ ഇളക്കുമ്പം ഇതൊരു ലൈറ്റ് വൈറ്റ് കളറിലേക്ക് വരും. അതായത് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഇതൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളർ, ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലേക്ക് ഇത് വരും. അത്രയും നേരമാണ് നമ്മളിത് ഇളക്കേണ്ടത്. ഞാൻ 5 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇപ്പോൾ ക്ലിയറൊക്കെ മാറി ചെറിയൊരു വൈറ്റിഷിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറൈസർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പമ്പിങ് കണ്ടെയ്നറാണിത്. അപ്പോൾ ഞാനിത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. നിങ്ങൾ ഗ്ലാസ് ടൈപ്പ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ കണ്ടെയ്നർ ക്ലീൻ ചെയ്ത ശേഷം വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല എന്ന് ഉറപ്പാക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ വേറൊരു ഹൈലൈറ്റ്, ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എവിടെ പോകുമ്പോഴും നമ്മളെ കൂടെ കൊണ്ടുപോകാം. ഇത് ചീത്തയായി പോകില്ല. ഇതിന് നമ്മൾ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു എക്സ്പയറി ഡേറ്റ് ഈ ഒരു മോയ്സ്ചറൈസറിനും കിട്ടും. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മോയ്സ്ചറൈസർ ഏതളവിൽ യൂസ് ചെയ്യണം നമുക്കൊരു സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ, അതായത് നമ്മുടെ ഈ ഒരു ഫിംഗർ ടിപ്പിൽ എടുക്കുന്ന ഒരു ബോൾ സൈസ്, അത്രയ്ക്ക് മോയ്സ്ചറൈസർ ശരിക്കും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം നിങ്ങളുടെ മോയ്സ്ചറൈസർ കുറച്ച് കട്ടിയുള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് കയ്യിലൊന്ന് കുറച്ച് വെച്ച ശേഷം നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് ഫേസിൽ കവറേജ് കിട്ടും. വളരെ സ്മൂത്തായിട്ടാണ് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതേപോലെ ഞാൻ വേറൊരു മോയ്സ്ചറൈസറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഇതുപോലെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്, അതായത് ഫുൾ നാച്ചുറൽ ഹോം റെമഡീസ് ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇത് മോയ്സ്ചറൈസറൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.